മലയാള സിനിമയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് സിബി മലയിൽ. സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച ഹീറോസിനെ മാത്രം വെച്ച് സാർ ഇനി ഒരു ഗംഭീര സിനിമ ചെയ്യണം. ദിവ്യ ഉണ്ണി ഇമോഷണലായിട്ട് അഭിനയിച്ചു. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാറ് കട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സതീശിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പോൾ സാറിന് മനസ്സിലായി സംഭവം ഏറ്റു. കാരണം ആദ്യത്തെ പ്രേക്ഷകനാണ് ഈ സതീശൻ. അല്ല, സതീശൻ ഭയങ്കര ഇമോഷണലായി കരഞ്ഞു. അപ്പോൾ സതീശൻ സാറേ ആ ഗ്ലിസർ ഇങ്ങനെ കുടഞ്ഞില്ല, അത് എൻ്റെ കണ്ണില തെറിച്ച ഞാൻ, അതുകൊണ്ട് എനിക്ക് കൈ തുടയ്ക്കാനും പറ്റൂല. കാരണം തെർമോക്കോൾ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക സതീശൻ. സാറ് വെച്ച് ഭയങ്കര വിഷലായി. സാറപ്പം തന്നെ വൺ മോർ. സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ്. അല്ല, നമ്മൾ തമ്മിൽ ഇടി വേണ്ട. Sibi Malayil's Disciples in association with Ginger Media presents Happy Peanut Butter and Global Education Consultants. Sibi Malayil's Muttaram Kunnupiyo celebrating 40 years, co-presented by Aquastar UPVC Gutters and Disart Interiors in association with Arabian Gold and Diamonds, Luella, Indira Gandhi Group of Institutes, Single Bob and Pickles and Spices, Hammer Interior Solutions. മുത്തച്ഛൻ ടാങ്ക് ഓടിച്ചിട്ടുണ്ടോ? ടാങ്ക് ഓടിച്ചിട്ടുണ്ടോന്നോ? മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ. പീനട്ട് ബട്ടറാ. ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. കൊളസ്ട്രോളോ ട്രാൻസ്ഫാറ്റോ ഇല്ലാത്ത പീനട്ട് ബട്ടർ ഇപ്പോൾ 3 കിടിലൻ രുചികളിൽ. ഹാപ്പി പീനട്ട് ബട്ടർ. നല്ല ഭാവിക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. അത് വിദേശത്തു നിന്നാണെങ്കിൽ പിന്നെ ലോകം നിങ്ങളെ തേടിയെത്തും. 30 വർഷത്തിലേറെയായി ഈ ലക്ഷ്യം നിറവേറ്റാൻ ഒപ്പമുണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ. തീർച്ചയായിട്ടും അടുത്തത് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന. ഇല്ല, ഞാൻ പറയാം. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് പറയണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എനിക്കെന്നെ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. അതായത് മലയാളത്തിലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകളായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ദിലീപേട്ടൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. ആദ്യം തന്നെ എനിക്ക് ഈ സിനിമയിലേക്കുള്ള വഴി തുറന്ന ജയറാമേട്ടൻ, അതുപോലെ എൻ്റെ ഗുരുനാഥനായ കമൽ സാർ, പിന്നെ അതിനുശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കമൽ സാറിൻ്റെ സിനിമയിലാണ്, കമൽ സാറിൻ്റെ ക്യാമറയുടെ മുമ്പിലാണ്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ പിന്നീട് അഭിനയിച്ച സിനിമ സിബി സാറിൻ്റെ സിനിമയാണ്. സിബി മലയിൽ എന്ന വലിയ സംവിധായകൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. സിബി മലയിൽ എന്ന പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്ന് ഞാൻ ആളെ കണ്ടിട്ടില്ല. അതിനുശേഷം സാഗരം സാക്ഷി എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിൻ്റെ പുറത്ത് സുന്ദർജി, അന്ന് സിബി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സിനിമയിലൊരു ചെറിയ വേഷമുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ച് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു. അന്ന് 2 സീനിലിട്ട് ഞാൻ അഭിനയിച്ചു. പടം വന്നപ്പോൾ ഞാൻ ഒരു ഷോട്ടിലായിപ്പോയി. അപ്പോൾ അന്ന് കാരണം അതിൻ്റെ ലെങ്ത്തും മറ്റുള്ള, അപ്പോൾ സുന്ദർജിയോട് ചോദിച്ചു എന്ത് പറ്റിയതത്. കാരണം ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ആ സിനിമ കാണാൻ വേണ്ടി എല്ലാവരും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഷോട്ടിൽ പിള്ളേർ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ നോക്കിയിട്ട് എന്ന് വെച്ചിട്ടൊരു ചിരിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും മിണ്ടാൻ പറ്റണ്ടായിപ്പോയി. അതിനുശേഷം ശരിക്കും സിബി സാറിൻ്റെ 3 സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. സുരേഷ് ഏട്ടൻ നായകനായ സിന്ദൂരരേഖയിൽ സുരേഷ് ഏട്ടൻ്റെ കൂടെയുള്ള വേഷം ഞാനും അശ്വൻ ചേട്ടനുമായിരുന്നു. അതിനുശേഷം നീ വരുവോളോ എന്ന് പറഞ്ഞ സിനിമ, പിന്നീട് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ
ഭാഗ്യങ്ങളിലൊന്നാണത്. കാരണം മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലെജൻസായിട്ടുള്ള സംവിധായകരുടെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ പല കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ. ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ മാത്രം ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി, സിബി സാറ് ഭയങ്കര ചിരിക്കൂല്ല എന്നൊക്കെ. ഭയങ്കര അങ്ങനെയല്ല, അതേ പറയാം, എങ്ങനത്തെ ചിരിയായാലും. പക്ഷെ അത് ഞാൻ അതിനെ എതിർക്കും. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചിരിക്കാതിരുന്നതും ഒക്കെ പ്രഗത്ഭരായ സഹസംവിധായകരാണ്. ഇപ്പോൾ ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ ജോസേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ചിരിക്കണ കണ്ടു കഴിഞ്ഞ് ഇവർ തോളത്ത് കൈയിട്ട് തലയിൽ കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിർത്തും. മാറിപ്പോയി ചിലപ്പോൾ ഞാൻ അറിയുന്ന സിബി സാറ് മാറിന്ന് ചിരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു തമാശ പോലും കളയില്ലായിരുന്നു. നമ്മൾ എന്ത് പറയുമ്പോഴും ഞാൻ ആദ്യം ഇതുപോലെ തന്നെ ഭയന്ന് മാറിയാണ് ഞങ്ങൾ സിന്ദൂരേഖയുടെ സമയത്ത് നിന്നിരുന്നത്. പക്ഷേ തമാശകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, എടുത്തു പറയേണ്ട സംവിധായകരിൽ ഒരാളാണ് സിബി സാറ്. അതാണ് പറയണേ. ശരിക്കും നർമ്മത്തിൻ്റെ പൾസ് കറക്റ്റായിട്ട് അറിയാവുന്ന സംവിധായകനാണ് സിബി സാറ്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഭിനയിച്ച ഇഷ്ടമെന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇഷ്ടത്തിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ എന്ത് തമാശ തോന്നിയാലും ഞങ്ങൾ സിബി സാറിനോട് പറയും. ആദ്യം ഉർവശിച്ച് പറഞ്ഞ പോലത്തെ നല്ല അകൽച്ച നമുക്കുണ്ടായിരുന്നു. അത് സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ്. അല്ല, നമ്മൾ തമ്മിൽ ഇടി വേണ്ട. അല്ല, അത് പക്ഷെ ഭയങ്കര സരസതയും ഭയങ്കര ആസ്വാദകനുമാണ്. അതാണ്. അപ്പം അങ്ങനെയുള്ള ഗംഭീര സിനിമകൾ ചെയ്ത സിബി സാറ്, ഇപ്പം എനിക്ക് സിബി സാറിനോട് പറയാനുള്ളത്, ഈ വേദിയിൽ വെച്ച് പറയാനുള്ളത്, സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ സിനിമയിൽ നിന്നാണ് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ മമ്മൂക്കയ്ക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച ഹീറോസിനെ മാത്രം വെച്ച് സാർ ഇനി ഒരു ഗംഭീര സിനിമ ചെയ്യണം. കാരണം മലയാള സിനിമയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് സിബി മലയിൽ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ ഉറവച്ചിവിടെ പറയുകയുണ്ടായി. വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ്, എല്ലാ തരത്തിലുള്ള ഇമോഷനും അത് സാറത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. സാറാ സിനിമ കണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തമാശയുള്ള വേറെ കാര്യങ്ങളുമുണ്ട്. കാരണം നീവരുവോളം ലൊക്കേഷനിൽ കാരണം സാറ് നോക്കി പെട്ടെന്ന് തന്നെ ഇമോഷൻ്റെ ഒരു സംഭവമാണ്. ഞാനും ദിവ്യ ഉണ്ണിയും തമ്മിലുള്ള ഒരു സീനിൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദിവ്യയുടെ ക്ലോസ് എടുക്കുക, അത് ഇമോഷണലാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യ ഗ്ലിസറിനിട്ടു ഇതായി. അപ്പോൾ താഴത്ത് സതീശൻ എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റിലൊരാൾ തെർമോക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാർ റെഡി. അങ്ങനെ ദിവ്യ ഉണ്ണി ഇമോഷണലായിട്ട് അഭിനയിച്ചു. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാറ് കട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സതീശിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പോൾ സാറിന് മനസ്സിലായി സംഭവം ഏറ്റു. കാരണം ആദ്യത്തെ പ്രേക്ഷകനാണ് ഈ സതീശൻ. അപ്പോൾ സതീശനോട് ചോദിച്ചു, സംഭവം ഉഗ്രയല്ലേ? അല്ല, സതീശൻ ഭയങ്കര ഇമോഷണലായി കരഞ്ഞു. അപ്പോൾ സതീശൻ, സാറേ ആ ഗ്ലിസർ ഇങ്ങനെ കുടഞ്ഞില്ല, അത് എൻ്റെ കണ്ണിലാണ് തെറിച്ചത്. ഞാൻ അതുകൊണ്ട് എനിക്ക് കൈ തുടയ്ക്കാനും പറ്റൂല. കാരണം തെർമോക്കോൾ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക സതീശൻ. സാറ് വെച്ച് ഭയങ്കര ഇഷ്ടമായി. സാറപ്പം തന്നെ വൺ മോർ. അപ്പോൾ ഞങ്ങളൊക്കെ പൊട്ടിച്ചിരിച്ചു പോയ സംഭവങ്ങളുണ്ട്. സതീശന് അന്ന് തുടങ്ങി നമ്മൾ ഒരുപാട് തമാശ, എല്ലാ സാറിനും അറിയാം. അപ്പോൾ ഒരു തമാശ പോലും വിടാതെയും ശക്തമായിട്ട് കഥാപാത്രങ്ങളുടെ ഇമോഷൻസിനെ അതുപോലെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷൻ എന്താണ്, അതെനിക്ക് വേണം. അത് നമ്മൾ പല സിനിമകളിലൂടെ കണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ളതാണ്.
സാർ, ആ കുട്ടികളുടെ കഥ ഞാൻ ആകാശദൂത് ആ സിനിമ ഞാൻ 2-3 തവണ ആദ്യത്തെ പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പട്ടി മോങ്ങണ മാതിരി ഇരുന്ന് കരുത ആളാണ്. കാരണം അത്ര ഇമോഷണലായിട്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും എല്ലാം ഉള്ള ഒരു സംവിധായകൻ ഇനിയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മൾക്കും ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ സാറ് തരിക, ഗംഭീര സിനിമകൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും സാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ വരുന്ന സമയത്ത് ദിലീപേട്ടൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ, ഈ സാറുമായിട്ട് ചെയ്ത ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിൽ സ്വന്തം അച്ഛനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ 28ാമത്തെ വയസ്സിലാണ് എന്നെ കണ്ടത്, പക്ഷേ ഞാൻ ജനിച്ചപ്പം മുതൽ നിങ്ങളെ കാണുന്നതാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അത് സ്ക്രിപ്റ്റഡ് ആണോ അതോ എങ്ങനെയാണോ അത് വന്നതെന്നറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയേണ്ട ഒരു കാര്യമുണ്ട്. ജോസേട്ടൻ പറഞ്ഞു കുറച്ച് മതിയെന്ന്. അതെ, കുറച്ച്. കാരണം ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് വേറെ രീതിയിൽ കമൽ സാറാണ്. കമൽ സാറൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിബി സാറ് കലവൂർ രവികുമാറിനെ വെച്ചിട്ട് സാറ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ, സിബി സാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ആ സിനിമ സ്വല്പം വൈകും, ഞാൻ ഈ സിനിമയിൽ ഇല്ലാതെ പറഞ്ഞാൽ ഈ സിനിമ ഉണ്ടാവും, എനിക്ക് ആ സിനിമ പോകും. അപ്പോൾ കമൽ സാർ പറഞ്ഞു, നീ ആ സിനിമ പോയി ചെയ്തോ വേഗം. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിൽ വന്നിട്ട് എസ് പറയുന്നത്. ശരിക്കും അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ പക്ഷെ അതിൽ സിനിമയിൽ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അച്ഛൻ്റെ കഥാപാത്രമായിട്ട് ഒരുപാട് സാമ്യം വേണുട്ടൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ സിബിസാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, സാർ അത് ഉപയോഗിച്ചോ, അത് ഇട്ടോ, അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീഡത്തോടു കൂടിയാണ് ഞാൻ സിബിസാറിൻ്റെ കൂടെ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവും. കാരണം ദിലീപേട്ടൻ എവിടെ ഇരുന്നാലും എങ്ങനെ ചിരിപ്പിക്കാം, എങ്ങനെ ഒരു കോമഡി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. മറ്റുള്ളവർ എങ്ങനെ ചിരിപ്പിക്കാം, മറ്റുള്ളവരെ എങ്ങനെ സന്തോഷമാക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾ പറഞ്ഞ സത്യമല്ലേ അല്ലേ? തീർച്ചയായിട്ടും ദിലീപേട്ടൻ ഒരു ആദരവ് നൽകുകയാണ്. നമ്മുടെ മുത്താരംകുന്ന് എന്ന സിനിമയ്ക്ക് ശേഷം സിബി സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ നായികയാണ് നമ്മൾ ഇനിയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അംബിക ചേച്ചി. അംബിക ചേച്ചി ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേക്കേറാനൊരു ചില്ല എന്ന സിനിമയിലെ സിബി സാറിൻ്റെ 2ാമത്തെ സിനിമയിലെ നായികയാണ്. ചേച്ചി സിബി സാറിനോടുള്ള ആശംസ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. സിബിചേട്ടൻ്റെ 2ാമത്തെ ഫിലിം ചേക്കേറാനൊരു ചില്ല ഞാൻ ചെയ്തു. പിന്നെ എഴുതാപ്പുറങ്ങൾ ചെയ്തു. എഴുതാപ്പുറങ്ങളിൽ ഞങ്ങൾ 3 പേരാണ്. ഞാൻ, ഹാസിനി, പിന്നെ പാർവതി. എനിക്ക് ഡേറ്റ്സ് കുറവായത് കൊണ്ടാണ് ആ റോൾ എനിക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ വേറെ റോള് ചെയ്ത് എനിക്ക് അവാർഡ് കിട്ടിയേനെ. അന്നൊക്കെ തമിഴും കന്നഡയും ബിസി ആയിരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ഹാസിനി ഞങ്ങളിരുന്ന് സംസാരിക്കേണ്ട അടുത്ത് ഹാസിനി ചോദിക്കും, ഇവർ സിരിക്കവേ മാട്ടാരാ, പേസവേ മാട്ടാരാ? കാരണം സിബിച്ചേട്ടൻ അവിടെ അങ്ങനെ ഷൂട്ടിങ്ങിനുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലാത്ത പോലെ മിണ്ടാതിരിക്കുക. അപ്പോൾ ഞാൻ തെരിയില്ലേ, ரொம்ப സീരിയസാണ് ക്യാരക്ടർ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഹാസിനി കളിയാക്കാറുണ്ടായിരുന്നു. സിബിച്ചേട്ടനോടൊപ്പം വേറെയും 2-3 പടങ്ങൾ ചെയ്യേണ്ട ചാൻസുകൾ വന്നതാണ്, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഫംഗ്ഷനിൽ എനിക്ക് വരാൻ പറ്റിയില്ല, അതിലും സന്തോഷം. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ പറ്റി ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് 30-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് അവാർഡ് നേടിയിട്ടുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ മിസ്റ്റർ മനോജ് P. ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സിബി സാറിന് ഒരു ആദരവ് ഗ്ലോബലിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുഹാസിനി മാമിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. സിബി സാർ, കൺഗ്രാറ്റുലേഷൻസ്.
എനിക്ക് ആദ്യമായി കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നിങ്ങളുടെ എഴുതാപ്പുറങ്ങളിൽ നിന്നാണ്. എപ്പോഴും നന്ദിയുണ്ട്. ദ ബോഡി ഓഫ് വർക്ക്, അവരുടെ സൃഷ്ടി, അവർ നമുക്ക് കൊടുത്തതായ സിനിമകൾ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു ഫാൻറ്റാസ്റ്റിക് ബോഡി ഓഫ് വർക്കാണ്. ഐ എം സോ ഹാപ്പി. ഈ സെലിബ്രേഷൻ ഐഡിയ, ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ഇറ്റ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ. ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. മൈ വിഷസ് ടുഡേ ആർ ഫോർ സിബി സർ. വിഷിംഗ് ഹിം ദ വെരി ബെസ്റ്റ്. ഇത്രയും ബോഡി ഓഫ് വർക്ക് അമേസിങ് ആൻഡ് യു ഷുഡ് ഡു മോർ. ഇന്നും ചെയ്യണം, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ആൻഡ് വി ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. കൺഗ്രാറ്റുലേഷൻസ് ടു സിബി സർ ആൻഡ് ഓൾ ദ പീപ്പിൾ ഹു ആർ ഡൂയിങ് ദിസ് പ്രോഗ്രാം ഫോർ ഹിം. ദിലീപേട്ട, നമ്മുടെ 2 സ്പോൺസേഴ്സിന് നമുക്കൊരു മൊമെൻറ്റോ കൊടുക്കാനുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ജിഞ്ചോ മീഡിയ ആണ്. 2013 മുതൽ ഡിജിറ്റൽ മീഡിയ കമ്പനി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ മുൻപന്തിയിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സിനിമാ മേഖലയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 12 വർഷത്തെ പ്രവർത്തനം വളരെ പ്രശംസനി അർഹിക്കുന്നതുമാണ്. സോ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഡയറക്ടേഴ്സ് നിതിൻ മോഹൻ ആൻഡ് മുഹമ്മദ് സജാസ് രണ്ടുപേർക്കും മൊമെൻറ്റോ കൈമാറാൻ ഞാൻ ദിലീപേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലുവെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റീരിയർ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് ജോയ്സ് മേരി ആന്റണിയെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അടുത്തത് സിബി സാറിൻ്റെ സമകാലീനാണ്. മലയാള സിനിമയിൽ അതിഗംഭീരമായ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള കമൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറിന് ആശംസകൾ പറയാൻ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഔസേപ്പച്ചൻ സൂചിപ്പിച്ച കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. സിബിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ശിഷ്യന്മാരെന്ന് ഞാൻ പറയില്ല, സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകരുടെ ഒരേ മനസ്സാണ് ഈ വേദിയിൽ ഇപ്പോൾ ഈ സ്നേഹം മുഴുവൻ പങ്കുവെക്കാൻ ഇങ്ങനെ ഉണ്ടായെന്നുള്ളതാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം പലരും ഇപ്പം എൻ്റെ കൂടെയൊക്കെ ഒരുപാട് പേര് അസിസ്റ്റൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ സംവിധായകരുടെ കൂടെ ഉണ്ട്. പക്ഷെ അവരവരുടേതായ ലോകത്തേക്ക് പോയതിന് ശേഷം, അവരുടേതായ സ്വന്തം സിനിമകളൊക്കെ ആയതിനു ശേഷം ഒരുമിച്ച് കൂടുന്നതൊക്കെ വളരെ അപൂർവമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ സിബിയുടെ അസിസ്റ്റൻസ് എല്ലാവരും കഴിഞ്ഞ 5-6 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഇവർ ഒത്തുകൂടാറുണ്ട്. ഇതിനു മുമ്പും ഇതുപോലൊരു കുടുംബ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. അത് സിബിയോട് അവർ കാണിക്കുന്ന ആദരമാണോ സ്നേഹമാണോ, അതിനുപരി സിബി അവരോട് കാണിച്ചിട്ടുള്ള വലിയ സ്നേഹവും കരുതലും തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കിയതിൽ. 40 വർഷം എന്ന് പറയുന്നത് ഞാൻ പറയുക ചെറിയ കാലയളവാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചോളം. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ 90 വയസ്സിലും 100 വയസ്സിലും ഒക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റും. കാരണം ക്രിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും മികച്ച സിനിമകൾ സിബിക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിബിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് തുടങ്ങിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ സിബി മലയിൽ എന്നുള്ള പേര് ആദ്യം കേൾക്കുന്നത് സുകുമാരി ചേച്ചി പറഞ്ഞിട്ടാണ്. ഞാനന്ന് സിബിയെ പോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാനന്ന് സേതുമാധവ് സാറിൻ്റെ കൂടെയും പി എൻ മേനൻ്റെ കൂടെയും ഭരതേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് സേതുമാധവ് സാറിൻ്റെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് എന്നെ സിബി എന്ന് വിളിച്ചു അറിയാതെ. സുകുമാരി ചേച്ചി പെട്ടെന്ന് എന്തോ കാര്യം സിബി എന്ന് പറഞ്ഞിട്ട് എന്തോ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്താന്ന് നോക്കി, അയ്യോ മാറി. ഇതേപോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സിബി മലയിൽ, ഇങ്ങനെ നവോദയയിലും പ്രിയൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിബിയുടെ പേര് ആദ്യം കേൾക്കുന്നത്. സിബിയെക്കുറിച്ച് ഒരുപാട് സുകുമാരി ചേച്ചി അന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഇത്രയും വർഷം ഏതുതരം സൗഹൃദമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപക്ഷെ ചലച്ചിത്ര മേഖലയിൽ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി മലയിലാണ്. എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, അത് പലർക്കും അറിയാം. ഞങ്ങളെ ഒരുമിച്ച മിക്കവാറും എല്ലായിടത്തും കാണാൻ കഴിയുള്ളൂ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഏത് സിനിമകൾ ചെയ്യുമ്പോഴായാലും പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരുപാട് വർഷത്തെ ആത്മബന്ധമുണ്ട്. സിബിയുടെ കുടുംബമായിട്ടും അങ്ങനെ തന്നെയാണ്. ബാലയായിട്ടൊക്കെ എൻ്റെ കുടുംബമായിട്ടൊക്കെ തന്നെ നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഈ സൗഹൃദം ഒരുപക്ഷെ ഒരു മത്സരം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുമായിരിക്കും, ഒരു ആരോഗ്യപരമായ മത്സരം. കാരണം അതെല്ലാ സംവിധായകരും തമ്മിലുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
പക്ഷേ എങ്കിൽ പോലും ഓരോ സിനിമകൾ കാണുമ്പോഴും സിബിയോടുള്ള ആദരം കൂടിയിട്ടേ ഉള്ളൂ. കാരണം അത്ര മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംവിധായകനാണ്. എൻ്റെ സമകാലീനരിൽ ഞാൻ ഏറ്റവും ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു സംവിധായകനാണ്. തീർച്ചയായിട്ടും സിബിയുടെ അടയാളപ്പെടുത്തലുകളായി സിനിമ എത്രയോ കാലം ഇനി മലയാളികളുടെ മനസ്സിലും മലയാളികളുടെ ജീവിതത്തിനിടയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുപോലുള്ളൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ, കാരണം സിബിയുടെ കൂടെ സഹകരിച്ചവരെല്ലാവരും പറഞ്ഞ ഈ നല്ല വാക്കുകൾ, അത് സിബി തന്നെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, മരിച്ചതിന് ശേഷം പലർക്കും കിട്ടുന്നതാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹവും സിബിക്കുണ്ടായി എന്നുള്ളത് വലിയ സന്തോഷം. ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ഭാവുകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു കമൽ സാർ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി നിങ്ങളെല്ലാവരും നമുക്ക് തരുന്നൊരു പുതിയ മാതൃക തന്നെയാണ്. ചെയ്യാനിരിക്കുന്ന ഒരു സിനിമ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് നൽകുന്നു. ഒരുപക്ഷെ സമകാലികരെന്ന് ഞാൻ പറയുമ്പോൾ ഒരേ സമയത്ത് നിങ്ങൾ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സ്നേഹം വലുതാവുന്നു. എല്ലാ ആശംസകളും സാറിനും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സർ.